അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. എൻ്റെ 2024 സക്സസ് ജേണിയിൽ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അടുക്കും ചിട്ടയും ഒക്കെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഒരു പ്ലാനർ എന്ന് പറയുന്നത്. ഇതെനിക്ക് 2024 നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ. 2025 ആ ഗിഫ്റ്റ് ഞാൻ ഇറന്ന് വാങ്ങുന്നുണ്ട് ഇൻഷാല്ലാ. കുറച്ച് സമയം ആകുമ്പോഴേക്കും കയ്യിൽ കിട്ടുമായിരിക്കും. ഓൺ ദി വേ ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്കൊരു പ്ലാനർ സെറ്റ് ചെയ്യുക. നിങ്ങളിത് ക്യാഷ് ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാനർ സെറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാനർ ഒരു കാര്യം തന്നെയാണ്, ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ പ്ലാനറിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു, ഐഷുതാക്ക് ഇങ്ങനത്തെ നോളജസ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. വായിക്കൂ മക്കളെ, വായിക്കൂ. റീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് സമ്മറീസ് വായിക്കാം. ചിലപ്പോൾ നമ്മളൊരു ബുക്ക് ഫുള്ളായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെയൊക്കെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറീസ് അല്ലെങ്കിൽ ബ്ലോഗ്സ് ഒക്കെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഈ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് പറയാം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്ഥലമാണ്. ഈ കാണുന്നത് മാത്രം നമസ്കാരം ട്രാക്ക് ചെയ്യാനായിട്ട് 1, 2, 3, 4 ഒരു ദിവസത്തെ അങ്ങനെ വെച്ചിട്ട് 30 ദിവസത്തേക്കുള്ളത്. അതിൽ ഞാൻ 26 ദിവസം നിസ്കരിച്ചിട്ടുണ്ട്, 4 ദിവസം പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പേജുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട, ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തുള്ളത് ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ 1.5 പേജ് 2 പേജ് അത് എനിക്ക് ഇത്തിരി കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി എനിക്ക് സെപ്പറേറ്റ് വേറൊരു ബുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതുള്ളത് നമ്മുടെ പ്രൊഡക്റ്റീവ് മുസ്ലിം റുട്ടീനാണ്. ഇതിനകത്ത് തഹജ്ജുദ്, വിത്തർ, ളുഹ, പിന്നെ സുബഹ്, അതിൻ്റെ മുന്നുള്ള സുന്നത്തുകൾ, ളുഹുർ സുന്നത്തുകൾ, പിന്നെ ഡെയിലി ഓതുന്ന തരത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ ഓതാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൂറകൾ, അതായത് സൂറത്തു യാസീൻ, വാഖിയ, റഹ്മാൻ, മുൽക്ക്, അങ്ങനത്തെ കുറേ സൂറകളുണ്ട്. പിന്നെ സ്വലാത്ത്, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 30 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ ടോട്ടലി അധികാറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ടോട്ടലി ഞാൻ പീരിയഡ് ഡേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് ഓരോ ദിവസത്തെയും ഒരു 3-4 ആക്ടിവിറ്റി നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 5 ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ ഒരു ബുക്കിനകത്ത് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ പ്രയോറിറ്റി ആണ്. ഞാൻ പ്രയോറിറ്റി എഴുതിയിട്ടുള്ളത് I have to achieve my goals, dreams ആണ് കേട്ടോ. I will reach 100K ദിസ് ഇയർ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ 100K ആ വർഷം തുടക്കത്തിൽ എഴുതി വെച്ചതായിരുന്നു 100K ഞാൻ അടിക്കുന്നുള്ളത്. പക്ഷേ ഒരു 80K എന്തോ ആണ് ആയിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഇടയിൽ വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. വർഷം തുടക്കത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇടയിൽ ഞാൻ വളരെ വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ 100K അടിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഇൻഷാല്ലാ 2025 നമുക്ക് 100K അടിക്കാം അല്ലേ. പിന്നെ ഐ വിൽ ബി ക്ലോസർ ടു അള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. ബി എ ബെറ്റർ മുസ്ലിമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം ട്രൈയിങ്, സ്റ്റിൽ ട്രൈയിങ്. പിന്നെ ഐ കുഡിൻ നമാസ് ഓൺ ടൈം, ഐ എം ഓൾവേസ് ഡിലേ ആൻഡ് ഐ ഫെൽറ്റ് മൈസെൽഫ് ഗിൽട്ടി. ഇൻഷാല്ലാ ടുമോറോ ഓൺവേർഡ്സ് ഐ വിൽ ടേക്ക് നമാസ് ഓൺ ടൈം ആൻഡ് ഐ വിൽ ബി ക്ലോസർ ടു അള്ളാഹ്, ലവ് യു അള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ആ ഒരു 1 മന്തിൻ്റെ ഗോൾ, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അതായത് എൻ്റെ നിസ്കാരം കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു ഞാൻ ആ ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവൽ വക്തിൽ നിസ്കരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ഹാബിറ്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവസത്തിൽ 8 ഗ്ലാസ് വെള്ളത്തിൻ്റെ നമുക്കിവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഡ്രോപ്പിൻ്റെ സൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സസൈസിൻ്റെ അവിടെ ഞാൻ എക്സസൈസും മെഡിറ്റേഷനും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെന്തായിരുന്നു ഡിന്നർ, സ്നാക്ക്, ഇത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. മീല് പ്ലാൻ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ എന്താ കഴിച്ചതെന്നുള്ളത് നമുക്ക് അവിടെ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 30 ദിവസത്തെ അതിലുണ്ട് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ് മന്ത്ലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാഷും വരവും ചിലവും നമുക്കൊരു പിടുത്തമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് വരവും ചിലവും ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മന്ത്ലി ചെക്കപ്പാണ്. വാട്ട് ഡിഡ് ഐ ലേൺ ദിസ് മന്ത് എന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇഫ് യു ക്യാൻ ഡ്രീം യു ക്യാൻ ഡു ഇറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഡ് ഐ അക്കംപ്ലിഷ് മൈ ഗോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എഴുതിയത് ഓൾമോസ്റ്റ് ഐ നീഡ് 100K ബട്ട് നൗ ഇറ്റ്സ് ഓൺലി 34,804. അതായത് 34,804 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഒരു 6 മാസം മുന്നേ മറ്റേ എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് 100K എന്നുള്ളതിലേക്ക് ഞാൻ ഇപ്പോൾ 80K എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഐ എം സോ ഗ്ലാഡ്. നിങ്ങളോട് ഓരോരുത്തരോടാണ് നന്ദി പറയാനുള്ളത്. നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈസെൽഫ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ് ഡെയിലി വീഡിയോസ് ആൻഡ് ലേൺ മോർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ദെൻ ഓൺലി ഐ ക്യാൻ മേക്ക് വീഡിയോസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഗോൾസിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഉണ്ടാവരുത് എന്ന്. ഇവിടെ ഗോൾ ട്രെയിനറാണ് കേട്ടോ, ഗോൾ ട്രാക്കറാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാവരുത്, എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് മാറ്റി വയ്ക്കാനുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. ഒന്ന്, അസൂയ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു, ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു. അത്യാഗ്രഹം ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു. ഇഹലോകത്തോടുള്ള പ്രണയം എനിക്ക് ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. നാലാമത്തേത് ഉറക്കത്തോടുള്ള ഇഷ്ടം. ഈ 4 കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് പോലും ഇല്ലാത്ത രീതിയിൽ ഒഴിവാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഒക്കെ മനഃപൂർവ്വം നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഒഴിവാക്കി കളയും എന്നുണ്ടെങ്കിൽ പോലും ഇൻബിൽട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തകളൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത സംഭവം ആക്ഷൻസിലൊക്കെ നമ്മൾ പ്ലാൻ കൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. വയറ് നിറയ്ക്കാനുള്ള ആർത്തി. ഞാനൊരു ഫുഡിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമുള്ള കുറച്ച് ഫുഡുകൾ മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ കേട്ടോ. നമുക്ക് പുതിയത് ട്രൈ ചെയ്യാൻ എനിക്ക് പേടിയാണ്, കാരണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ആവും. അപ്പോൾ വയറ് നിറയ്ക്കാനുള്ള ആർത്തി ഒന്ന് കുറയ്ക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ വിശ്രമത്തോടുള്ള ഇഷ്ടം, അതെനിക്ക് നമ്മളെപ്പോഴും പറയില്ലേ, ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് റെസ്റ്റ് എടുക്കാനുള്ളൂ. അതല്ലാണ്ട് ഇഷ്ടത്തോടു കൂടെ വെറുതെ റെസ്റ്റ് എടുക്കുന്നവർ ഇഷ്ടമാക്കിയിട്ട് കൊണ്ടുനടക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അധികാരത്തോടുള്ള സ്നേഹം, അതും ഞാൻ മനഃപൂർവ്വം തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് നല്ലതാണ്, വേണ്ടതാണ്. പക്ഷെ എപ്പോഴും ഞാൻ മാത്രമേ ലീഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു സാധനം എനിക്ക് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിനെയൊക്കെ ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നിങ്ങളൊന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് നോക്കുമോ എന്നുള്ളതൊക്കെ. ഇപ്പം അൽഹംദുലില്ലാഹ് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം നമ്മൾ നല്ലൊരു ലീഡർ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ മാത്രം വളരുമ്പോഴല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരും കൂടെ നമ്മൾ കാരണം കൊണ്ട് വളരുമ്പോഴാണ് നമ്മൾ നല്ലൊരു ലീഡർ ആവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ സ്തുതിയോടുള്ള സ്നേഹം, അത് നമ്മളെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് ഇടുകയാണ്, ആയിഷ വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ്, സന്തോഷമാണ്, അത് വായിക്കാനൊക്കെ സന്തോഷമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു എക്സ്ട്രീം ഹാപ്പിനെസ് എൻ്റെ ഉള്ളിൽ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ഇപ്പം ആരെന്ത് നല്ലത് പറഞ്ഞാലും ഒരു പരിധിക്ക് മാത്രം സന്തോഷിക്കുന്ന അവസ്ഥ, ആരെന്ത് മോശം പറഞ്ഞാലും ഒരു പരിധിയിൽ മാത്രം വിഷമിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് എനിക്ക് എന്നെ എത്തിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ പെരുമ നടിക്കുന്നതിന് ഇഷ്ടപ്പെടില്ല, അതെനിക്ക് ഇല്ലാത്തൊരു ശീലമായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു ഇനിയിപ്പം ഫ്യൂച്ചറിൽ എങ്ങാനും വന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട്, ഒരു വാർണിംഗ് സിഗ്നലായിട്ട് ഞാനവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഡയറി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ നോക്കാം. വേഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക, അതിലോട്ട് നിങ്ങളുടെ ഡ്രീംസ് എഴുതി വയ്ക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നീട് നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ഡ്രീം അത് മൊത്തം ഒരു പേപ്പറിലോട്ട് എഴുതി വയ്ക്കുക. ഡ്രീമാണ്, ഗോൾസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഡ്രീം ഉണ്ടാവും. അപ്പോൾ ആ ഡ്രീം മൊത്തം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ഡ്രീമുകളും എഴുതി വയ്ക്കാം. ആൻഡ് രണ്ടാമത് ആ ഡ്രീമിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഗോൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡ്രീം ഒരു 100 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 10 എണ്ണം ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യമായിട്ട് നിങ്ങൾ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആ ഒരു 10 എണ്ണം ഗോളായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ മാപ്പ് ചെയ്യുക. ഇപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബറാണ്, എക്സാമ്പിൾ പറയാനിട്ട് ഒരു യൂട്യൂബർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ട്രൈപോഡ് വേണം, മൊബൈൽ വേണം, ഒരു മൈക്ക് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടുന്ന ചാനലുകൾ, അതായത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആദ്യം വാണ്ട് ടു ബി എ യൂട്യൂബർ എന്നൊരു സർക്കിൾ ഇട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ആരോ ഇട്ടിട്ട് അതിന് ചുറ്റൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാപ്പിംഗ് പോലെ നമ്മൾ ചെയ്ത് വയ്ക്കാം. എനിക്ക് ഇന്നതൊക്കെ ആവണം എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. അതിൻ്റെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ, മറന്നു പോവാതിരിക്കാനായിട്ട്. സെക്കൻഡ് നമ്മൾ മൈൻഡ് മാപ്പിംഗ് പറഞ്ഞല്ലോ. ആൻഡ് തേർഡ് എന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യുക. എല്ലാ ദിവസവും മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണടച്ചിട്ട് നിങ്ങൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസേഷന് ഭയങ്കര വലിയ പവർ ഉണ്ട്. പലപ്പോഴും നമുക്കത് നേരെ ചൊവ്വേ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഷിർക്കാക്കി കൊണ്ടുനടക്കാൻ സാധ്യതയുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചുറ്റൂടും തന്നെ നമുക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക റിസോഴ്സസും പടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണ് ഇങ്ങനെ പരന്ന് കിടക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്, അതിനുള്ളിലുള്ള എന്നെയാണ് നിങ്ങൾ നോക്കുന്നത് അല്ലേ. നിങ്ങളുടെ ചുറ്റൂടും തന്നെ വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നിങ്ങൾ മനഃപൂർവ്വം തന്നെ വിഷ്വലൈസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ പോകും. അങ്ങനെ ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോളിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പിക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതല്ലാതെ അവിടെ വേറെ മിറാക്കിൾസും മാജിക്കും ഒന്നും സംഭവിക്കുന്നതല്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സാധനം ഓർഗനൈസ് ചെയ്യാണ്. ആദ്യം എന്ത് വേണം,
അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം, ഒരു മൊബൈൽ വേണം. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് എന്ത് വേണം, ഒരു ട്രൈപോഡ് വേണം. മൂന്നാമത് എന്ത് വേണം, ഒരു മൈക്ക് വേണം. അങ്ങനെ ഓരോന്നും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആദ്യം ഒരു ഡിഗ്രി വേണം, പിന്നെ ഒരു ബി എഡ് എടുക്കണം. ഇപ്പോൾ MTTC ആണെങ്കിൽ അതുപോലെ. എന്നിട്ട് ഞാൻ ഏത് കോളേജിലോ ഏത് സ്കൂളിലോ വർക്ക് ചെയ്യണം, അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ടാവില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് അങ്ങനെ ലിസ്റ്റ് ഇട്ട് വെക്കുക കേട്ടോ. ആൻഡ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ലേൺ ചെയ്യുക എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് ഫസ്റ്റ് ശരിക്കും കൊണ്ടുവരേണ്ടത് ലേൺ ആണ്. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട്. നിങ്ങൾ കൂടുതൽ ഇപ്പം എനിക്ക് ഇത്ര മതി, ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, എനിക്ക് ഇത്ര മതി, ഒരു നോളജ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു തരുന്നത് മതി എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. കാരണം പറഞ്ഞതന്നെ വീണ്ടും പറയല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല പുതിയതായിട്ട് കൊണ്ടുവന്ന് തരാനായിട്ട്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് മാത്രമേ നിങ്ങൾ വളരുള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 60 വയസ്സായാലും നമ്മൾ പഠിക്കാൻ തയ്യാറാവും. മരിക്കുന്നവരെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ടേക്ക് സിമ്പിൾ സ്റ്റെപ്പ് എന്നാണ്. കാരണം നമ്മളൊരു ഗോളിലോട്ട് എൻ്റർ ആവുന്ന സമയം മുതൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നമുക്ക് റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കണം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പുതിയൊരു പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് കളയും. അത് നമുക്ക് പറ്റാത്തത്ര വർക്ക് ലോഡ് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ സ്റ്റെപ്സ് എടുത്തിട്ട് കുഞ്ഞി ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ മാറ്റുക കേട്ടോ. ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ സമയത്ത് കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും, അതൊരു വലിയ മാറ്റമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം കീപ് യുവർ സെൽഫ് ക്ലീൻ ആൻഡ് മിനിമലൈസ് തിങ്സ് എന്നാണ്. നമ്മളുടെ സെൽഫ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ക്ലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ ഇങ്ങനെ അടുക്കി പെറുക്കി പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന കാര്യമായിരിക്കും. അത് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ഈ അത്രമാത്രം കൃത്യനിഷ്ഠത, അല്ലെങ്കിൽ പിന്നെ OCD ഉണ്ടാവണം. അപ്പോൾ അതൊക്കെയുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് കറക്റ്റായിട്ട് എല്ലാം വെച്ചെടുത്ത് വെക്കുക എന്നുള്ളത്. ചിലരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മെസ്സി ആയിരിക്കും. പക്ഷെ മെസ്സി ആണെങ്കിൽ പോലും, അങ്ങനെ മെസ്സായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് കുഴപ്പമുള്ള കാര്യമില്ല. അങ്ങനെ വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമായിട്ടുള്ള കാര്യമില്ല. പക്ഷേ അതിനൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുക, അതായത് എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സെൽഫാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് മുഖം പോലും കഴുകാണ്ട് ഞാൻ പുറത്ത് പോകാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി 5 വക്ത് നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, 2 നേരം കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുറത്ത് പോകാൻ വേണ്ടി വേറൊരു മുഖം കഴുകൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ മേത്ത് അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് എക്സാജറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ നമ്മുടെ ഹാബിറ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലായ്പ്പോഴും നമുക്ക് ഒരു കാര്യം നമ്മൾ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ദിവസം നമ്മളത് ചെയ്തു, എത്ര സമയം നമ്മൾ അതിന് വേണ്ടി ചിലവഴിച്ചു, ഇതെനിക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓൾവേസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സെൽഫായിട്ട് അസസ് ചെയ്യുക. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇത്ര ചെയ്യാനേ പറ്റുന്നുള്ളൂ, എനിക്ക് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കാര്യങ്ങളൊക്കെ എനിക്ക്, അതായത് 10-15 പോയിന്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എഴുതി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഫീൽ റിലാക്സ്ഡ്. ഓക്കെ, എനിക്ക് ഇത്ര കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഡയറി എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗോൾസ് കുറേ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിന് വേണ്ടി കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പ്രയോറിറ്റൈസ് യുവർ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തു തരാം കേട്ടോ. അതിൽ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് തരാം. കാരണം സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന, നിങ്ങൾ ഹാപ്പി ആയിട്ട് ചിലവഴിക്കുന്ന സമയം ഒഴികെയുള്ള ബാക്കിയുള്ള സമയങ്ങളെ മൊത്തം നിങ്ങൾ മണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, ഈ സമയത്തിൽ എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ചുമ്മാ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇപ്പോൾ ഒരു മൂവി കാണണം, ഒരു സിനിമ കാണണം, ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടുന്നു, ഇതിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടോ, കാക്ക സമ്മതിക്കില്ല, എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടോ നോക്കുക. അങ്ങനെ നമ്മൾ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം മണിയേക്കാൾ വാല്യുബിൾ ആണ് നമ്മുടെ ടൈം. പക്ഷെ നമ്മൾ ടൈമിനെ ടൈമായിട്ട് മാത്രം കാണുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കില്ല. പക്ഷെ അതന്നെ നമ്മൾ മണിയായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ അതിന് സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കും. ടൈമിനെ നമ്മൾ മണിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ മുന്നേ ഓൾവേസ് സെറ്റ് മീ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗോളിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ മീ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്യുന്നത് ഒക്കെ, നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. പിന്നെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അഫർമേഷനും ഈ പറഞ്ഞ പോലെ നേരെ ചൊവ്വേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷിർക്കിലോട്ട് പോകുന്ന ഒരു കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരെ ചൊവ്വേ ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, പക്ഷെ
ഇപ്പം ഞാൻ ഒരു പണി ചെയ്ത സമയത്ത് ഒരു ജോലി കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് തീർക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ ഞാനത് ചെയ്തു, എനിക്കത് ചെയ്യാൻ പറ്റി. അതൊരു തരത്തിലുള്ള ഒരു അഫർമേഷനാണ്. ഇനിയിപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കാനാടാ നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് യെസ് എനിക്ക് ഓടിക്കാൻ പറ്റും, എനിക്ക് ഓടിക്കാൻ അറിയാം എന്ന് പറയുന്ന സമയത്ത്, അതായത് എനിക്കത് ഓടിക്കാനെന്നുണ്ടെങ്കിൽ അല്ല എനിക്കതിനുള്ള പവർ തന്നാലേ പറ്റുള്ളൂ, ഞാൻ അതിന് ഓടിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞാനത് ഞാനത് ഓടിക്കാം എന്ന് പറയുന്ന സമയത്ത്, ഞാൻ ഡ്രൈവ് ചെയ്യാം എന്ന് പറയുന്നത് എന്നോട് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു അഫർമേഷനാണ്. അതിന് ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാട്ടോ. ജസ്റ്റ് ടു എന്താ പറയുക, നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്നിങ്ങനെ തട്ടിവിടാൻ, ജസ്റ്റ് ഒരു സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഫർമേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ഡെയിലി പറയുക. അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതായത് ഞാൻ സൂപ്പറാണ്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, അങ്ങനെ എങ്ങനെയുള്ള സാധനങ്ങൾ തള്ളി 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 നമ്മളങ്ങോട്ട് മറിച്ചിരുന്ന തരത്തിലുള്ള അഫർമേഷൻസ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി ഞാൻ ആഗ്രഹിച്ച സാധനങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം നമ്മൾ നമ്മുടെ മനസ്സിനെ കൺവേ ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സസൈസ് ആയിട്ട്, ഒരു പ്രാക്ടീസ് ആയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം. പലരും അത് ഇബാദത്താണ്, ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്നൊക്കെ പറയുന്നത്. ഇസ്ലാമിലുള്ളതല്ല, അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ അതിന് ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് മോർണിംഗ് റുട്ടീന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ, രാവിലെ ചെയ്യേണ്ടുന്ന മസ്റ്റായിട്ട് രാവിലത്തെ ഒരു 10-20 മിനിറ്റിനകത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ കൂടെ ചെയ്തു തരാം. അപ്പം ഇനിയിപ്പോൾ ഈ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു മേക്ക് മൈ വീഡിയോസ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. വേറൊന്നും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ അല്ലേ. മോർണിംഗ് റുട്ടീൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു, ഡെയിലി ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യുക. ഇപ്പം നമ്മൾ കൊടുക്കുന്ന, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. അൽഹംദുലില്ലാ എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും ബാലൻസ്ഡ് ആയിട്ട് എൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവരതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു 100 സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ പോലും ഇപ്പം ഞാനൊരു 80K സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫറൻസ് നമുക്ക് ഓൾവേസ് അവിടെ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് മേക്ക് ഷുവർ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ മാക്സിമം നന്മയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ബോധിപ്പിക്കേണ്ടത് ഒറ്റൊരാളുള്ള റബ്ബിനെയാണ്. അത് അവിടെ ക്ലിയർ കട്ടായിട്ട് അവിടെ ബോധിപ്പിച്ച ശേഷം നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളായിട്ട് മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. നിങ്ങളുടെ ലൈഫാണ്, അത് നിങ്ങൾ ബാലൻസ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഓൾവേസ് ബാലൻസ് ദീൻ വിത്ത് ദുനിയ. ഓക്കെ, ദീനും ദുനിയാവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ലൈഫ് സക്സസ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. ഹോപ്പ് ദിസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.